വെൽക്കം ബാക്ക് ടു ജുപോൺ. മക്കളെ, നാളെ നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. നാളത്തെ എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നാളത്തെ എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തായിരിക്കും നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം, ഗ്രാമറിൽ നിന്ന് എന്ത് ചോദിക്കും, ഇതിനെക്കുറിച്ച് എല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, മുഴുവനായിട്ട് ഇരുന്ന് കാണാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്, അതായത് എല്ലാ ചാപ്റ്ററും നിങ്ങൾ എന്തായാലും പഠിച്ചു പോകേണ്ട 2 ക്വസ്റ്റ്യൻസും 2 അഡീഷണൽ ക്വസ്റ്റ്യൻസും ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളതായിരുന്നു. റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡയറി എൻട്രി ആണ്, മറ്റൊന്ന് ഗ്രാൻഡ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ മണിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ ഇത് മാത്രം പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പിന്നെയും ഒരു 2 അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഒന്ന് ഇമെയിൽ റൈറ്റിംഗ് ആണ്, 2 കോൺവെർസേഷൻ റൈറ്റിംഗ് ആണ്. ഈ 4 ചോദ്യങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. ദ 7 ഏജസ് ഓഫ് മാൻ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. ഈ ഒരു കവിതയുടെ 4ഓ 8ഓ വരികൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളോട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറയാൻ നല്ല സാധ്യതയുണ്ട്. മറ്റൊന്ന് പോയം Q&A ആണ്. അതായത് അഗെയിൻ 4ഓ 8ഓ വരികൾ തന്നിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ പോയറ്റിക് ഡിവൈസോ ചിലപ്പോൾ വാക്കുകളുടെ അർത്ഥമോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ലിറ്റിൽ തിങ്സ് മാറ്റർ റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർമൽ ലെറ്റർ ആയിരിക്കും. രണ്ടാമത്തത് ഡയറി എൻട്രി ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2 സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് കോൺവെർസേഷൻ റൈറ്റിംഗും മറ്റൊന്ന് ക്യാരക്ടർ സ്കെച്ചും ആണ്. നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എഴുതിയിരിക്കുന്നത് ജെറോം കെ ജെറോം ആണ്. ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറി ആണ്. രണ്ടാമത്തെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്, നറേറ്ററുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. സോ ഇതിൽ നിന്ന് മറ്റൊരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. അത് ചിലപ്പോൾ ലിറ്റിൽ തിങ്സ് മാറ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്ന് ജെറോം കെ ജെറോമിന്റെയും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളോട് എമിലി ഡിക്കിൻസിന്റെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും അല്ലാത്ത ഒരു പ്രൊഫൈലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൊഫൈൽ നമ്മൾ കാണാതെ പഠിച്ചു പോകുന്നതിൽ ഒരു കാര്യമില്ല. പ്രൊഫൈലിന്റെ ഫോമാറ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റർ 5 എമിലി ഡിക്കിൻസൺ എഴുതിയിട്ടുള്ള ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക? 2 ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് പാരഗ്രാഫ് റൈറ്റിംഗും മറ്റൊന്ന് പോയം Q&A. അതായത് 4ഓ 8ഓ വരികൾ തന്നിട്ട് അതിൽ നിന്ന് വരികളുടെ അർത്ഥം, വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് ചോദിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് എമിലി ഡിക്കിൻസന്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കാണാതെ പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇത്രയുമാണ് ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് കാണാൻ പോകുന്നത് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 8 മുതൽ 10 മാർക്കിന് വരെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഒന്നാമത്തത് എഡിറ്റിംഗ് ആണ്, 3 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കാം. രണ്ടാമത്തത് ഫ്രേസൽ വെർബ് ആണ്, അതും 3 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കാം. മൂന്നാമത്തത് ഡയലോഗ് കംപ്ലീഷൻ ആണ്, അഗെയിൻ 3 മുതൽ 4 മാർക്കിന് വരെ ചോദിച്ചേക്കാം. ഈ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഗ്രാമറിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ട, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, നമുക്ക് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും നിങ്ങളുടെ ട്യൂഷൻ ഗ്രൂപ്പിലും എവിടേക്കാണോ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്, എല്ലാ എക്സാമുകളും നമുക്ക് തകർത്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലത്തെ പ്രഡിക്ഷൻ വീഡിയോസ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം വിശദമായിട്ട് ഇനി വരാനിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് പറയാം.